ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ പൊതുജനാഭിപ്രായത്തെക്കുറിച്ചാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. എന്താണ് പൊതുജനാഭിപ്രായം? പൊതു താൽപ്പര്യത്തെ മുൻനിർത്തി സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഭൂരിപക്ഷം ശുപാർശ ചെയ്യുന്ന ആശയങ്ങളെയും ആഗ്രഹങ്ങളെയും ന്യൂനപക്ഷം അംഗീകരിക്കുന്നതിനെ പൊതുജനാഭിപ്രായം എന്നു പറയുന്നു. ആധുനിക രാഷ്ട്രങ്ങളുടെ ഭരണത്തിൻ്റെ വിജയം നിലകൊള്ളുന്നത് പൊതുജനാഭിപ്രായത്തെ മാനിച്ചാണ്. പൊതുജനാഭിപ്രായം ഒരു നിശ്ചിതമായ അഭിപ്രായമായിരിക്കണമെന്നില്ല. ജനങ്ങൾക്കുള്ള വിവിധ ആശയങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഒത്തുചേരുന്ന ഒരു അവ്യക്ത രൂപമാണ് അത്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് ന്യൂനപക്ഷം അംഗീകാരം നൽകുന്നത് പൊതുജനാഭിപ്രായമാണ്. സമൂഹത്തിൻ്റെ പൊതുവായ ക്ഷേമത്തെ അധിഷ്ഠിതമാക്കിയാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അംഗീകരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, പ്രസംഗവേദികൾ, പത്രമാധ്യമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിയമസഭകൾ തുടങ്ങി പല ഏജൻസികളാണ് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്ന ഘടകങ്ങൾ. പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന വിവിധ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനാധിപത്യത്തിൻ്റെ വിജയത്തെ നയിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് പൊതുജനാഭിപ്രായം. പൊതുജനാഭിപ്രായത്തെ രൂപീകരിക്കുന്ന വിവിധ ഏജൻസികൾ താഴെ പറയുന്നവയാണ്: രാഷ്ട്രീയ കക്ഷികൾ, പ്രസംഗവേദികൾ, പത്രമാസികകൾ, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിയമനിർമ്മാണ സഭ, മറ്റ് ഏജൻസികൾ. ഓരോന്നായി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, രാഷ്ട്രീയ കക്ഷികൾ. പൊതുജനാഭിപ്രായത്തെ രൂപീകരിക്കുകയും വളർത്തുകയും ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. പാർട്ടി സമ്പ്രദായം എന്നതും ഒരു പൊതുജനാഭിപ്രായ രീതിയാണ്. സമൂഹവുമായി ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങളെയും തരംതിരിച്ച് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. അതുപോലെ തങ്ങളുടെ നയങ്ങളും പരിപാടികളും അവർ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി ചിന്തിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് സാധിക്കുന്നു. സെക്കൻഡ് വൺ, പ്രസംഗവേദികൾ. സാമൂഹ്യ പ്രശ്നങ്ങളെ കക്ഷികളും നേതാക്കളും ജനങ്ങളിൽ എത്തിക്കുന്നത് പ്രധാനമായും പ്രസംഗവേദികളിലൂടെയാണ്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും നേതാക്കൾ വളരെ ലളിതമായി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്നു. സാമൂഹ്യ പ്രശ്നങ്ങളെ വ്യക്തമായി അവതരിപ്പിക്കുന്ന പ്രാസംഗികൻ ജനങ്ങളെ സ്വാധീനിക്കുന്നു. തേർഡ് വൺ, പത്രമാസികകൾ. പ്രസംഗവേദി പോലെ പത്രമാസികകൾക്കും പൊതുജനാഭിപ്രായത്തിൽ ഒരു നിർണായക പങ്കുണ്ട്. പത്രങ്ങളിലൂടെ ദൈനംദിന വാർത്തകൾ മുഴുവൻ അറിയാൻ സാധിക്കുന്നു. നേതാക്കളുടെയും ഗവൺമെൻറ്റിൻ്റെയും പ്രഖ്യാപനങ്ങളും ജനങ്ങളുടെയും പത്രക്കാരുടെയും അഭിപ്രായങ്ങളും എല്ലാം ജനങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ തങ്ങളുടെ അഭിപ്രായത്തെ വിശകലനം ചെയ്യാനും രൂപീകരിക്കാനും ജനങ്ങൾക്ക് കഴിയുന്നു. ഫോർത്ത് വൺ, സിനിമ, റേഡിയോ. വാർത്താ പ്രചാരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ് സിനിമയും റേഡിയോയും. പത്രമാസികകൾ സാക്ഷരർക്കു മാത്രമേ സാധിക്കുകയുള്ളൂവെങ്കിൽ റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധാരണ എല്ലാ ആളുകൾക്കും സാധിക്കുന്നു. വിദ്യാഭ്യാസ പ്രചാരണത്തിന് ഏറ്റവും മികച്ച മാധ്യമങ്ങളാണ് ഇവ. ഗവൺമെൻറ്റിൻ്റെയും നേതാക്കന്മാരുടെയും പ്രഖ്യാപനങ്ങളും മറ്റും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവയിലൂടെ എത്തിച്ചേരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാൻ സാധിക്കുന്നു. ഫിഫ്ത്ത് വൺ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ജനങ്ങളുടെയും നേതാക്കന്മാരുടെയും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രമുഖ സ്ഥാനമുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ രാഷ്ട്രീയ ആശയങ്ങളും ആദർശങ്ങളും വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നു. ഇത് അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുകയും സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവരുടെ കഴിവിനെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ സമ്പന്നമായ സമൂഹത്തിൽ പൊതുജനാഭിപ്രായ രൂപീകരണം എളുപ്പമാണ്. സിക്സ്ത് വൺ, നിയമനിർമ്മാണ സഭ. നിയമസഭയിൽ ഓരോ പ്രശ്നങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം രൂപീകരിക്കുവാൻ സാധിക്കുന്നു. ഓരോ പാർട്ടികളും സഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങളെയും ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാൻ ജനങ്ങൾക്ക് സാധിക്കുന്നു. ലാസ്റ്റ് വൺ, മറ്റ് ഏജൻസികൾ. പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ചില ചെറിയ ഏജൻസികൾക്കും പങ്കുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടത് കുടുംബമാണ്. വ്യക്തികളുടെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ചുവടുവയ്ക്കുന്നത് കുടുംബതലത്തിൽ നിന്നാണ്. അതുപോലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മതസ്ഥാപനങ്ങൾക്കും പങ്കുണ്ട്. ഇതിനു പുറമെ ലഘുലേഖകൾ, പുസ്തകങ്ങൾ, പരസ്യങ്ങൾ എന്നിവയും പൊതുജനാഭിപ്രായത്തെ രൂപീകരിക്കുന്നു. ആധുനിക ജനാധിപത്യത്തിൽ പൊതുജനാഭിപ്രായത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം.
ആധുനിക ജനാധിപത്യത്തിൽ അവഗണിക്കാനാവാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ ശക്തിയാണ് പൊതുജനാഭിപ്രായം. പൊതുജനാഭിപ്രായത്തെ മാനിക്കാതെ ഒരു ഗവൺമെൻറ്റിനും നിലനിൽക്കുക സാധ്യമല്ല. സാർവത്രികമായ വോട്ടവകാശം, നിയമനിർമ്മാണ സഭകളിൽ ജനങ്ങൾക്കുള്ള പ്രാതിനിധ്യം, രാഷ്ട്രീയ കക്ഷികളുടെ നിലനിൽപ്പ് എന്നിവയെല്ലാം പൊതുജനാഭിപ്രായത്തിൻ്റെ പ്രാധാന്യത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഏറ്റവും ശക്തവും ഫലപ്രദവുമായ പൊതുജനാഭിപ്രായം നിലനിൽക്കുമ്പോൾ മാത്രമേ ജനാധിപത്യം മെച്ചപ്പെടുകയുള്ളൂ. ജനങ്ങൾ ഏറ്റവും യുക്തിപരവും ബുദ്ധിപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴാണ് ജനാധിപത്യത്തിന് ശക്തി വർദ്ധിക്കുന്നത്. ജനഹിതത്തെ പ്രകടിപ്പിക്കുക വഴി സ്വതന്ത്രമായ ആശയങ്ങളെ അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഏകാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഗവൺമെൻറ് പൊതുജനാഭിപ്രായത്തിന് മാന്യമായ സ്ഥാനം നൽകുന്നുണ്ട്. ജനാധിപത്യം ജനങ്ങൾക്കു വേണ്ടിയുള്ളതാണെങ്കിൽ പൊതുജനാഭിപ്രായം ജനഹിതമാണ്. ഇതനുസരിച്ചാണ് ഓരോ ഗവൺമെൻറ്റും ഭരണം നടത്തേണ്ടത്. സ്വാധീനം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും സീറ്റ് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർക്കും നിയമം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ്റിനും പൊതുജനാഭിപ്രായത്തെ മാനിക്കാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല. പ്രസംഗങ്ങളിലൂടെയും പത്രമാസികകളിലൂടെയും രൂപം കൊള്ളുന്ന പൊതുജനാഭിപ്രായത്തെ ഗവൺമെൻറ് മാനിച്ചില്ലെങ്കിൽ അവർക്ക് അധികാരം നഷ്ടപ്പെടും. എങ്കിലും പഴയ ഏകാധിപത്യ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും നേതാക്കൾ പൊതുജനാഭിപ്രായത്തെ സ്വീകരിക്കുന്നതിനു പകരം ഗവൺമെൻറ് നയത്തെ സ്വീകരിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുകയായിരുന്നു. പൊതുജനാഭിപ്രായത്തെ ഭയമായിരുന്നതിനാൽ അതിനെ അവർ അടിച്ചമർത്തി. ഇത്രയുമാണ് പൊതുജനാഭിപ്രായം എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഒരു എസ്സേ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതിയാകും. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്